Hello dear students, you are welcome to the class of cost accounting. Our topic it is marginal costing and CVP analysis. The last class we discussed about the applications of marginal costing or CVP analysis. The one of the main application it helps to find the best suitable mix of products. When the company produces more than one product, we may need to fix the mix of the products. So how to find the best suitable mix for the product which provides maximum contribution or profit? It will be supported by marginal costing tools. So today we are going to discuss one problem which helps to find the best suitable mix. Okay, let us check the problem. So small tools factory has a plant capacity adequate to provide 19,800 hours of machine use. കമ്പനിയുടെ ടോട്ടൽ കപ്പാസിറ്റി മെഷീന്റെ വർക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 19,800 hours ആണ്. The plant can produce all A-type products or A-type tools or B-type tools or mixture. നമ്മുടെ മെഷീൻ ഉത്പാദിപ്പിക്കുന്നത് രണ്ട് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി രണ്ടും ഉത്പാദിപ്പിക്കുന്നത് സെയിം മെഷീൻ ആണ്. Okay, the details are given. Selling price per unit of A it is 10, B it is 15. Variable cost A 8, B 12. Then hours required to produce. ഒരു യൂണിറ്റ് എ ഉൽപ്പാദിപ്പിക്കുന്നതിന് 3 hours are required. 3 മണിക്കൂർ ആവശ്യമുണ്ട്. Then 1 unit B requires 4 hours. 4 മണിക്കൂർ ആവശ്യമുണ്ട്. ഓക്കെ, ടോട്ടൽ നമ്മുടെ മെഷീന്റെ ഫാക്ടറിയുടെ കപ്പാസിറ്റി 19,800 hours ആണ്. Market conditions are such that no more than 4,000 A-type product and 3,000 B-type tools can be sold in a year. അപ്പോൾ മാക്സിമം നമുക്ക് ഡിമാൻഡ് നമുക്ക് ആവശ്യമുള്ളത് 4,000 എയും അതുപോലെ 3,000 ബിയും ആണ്. അത്ര മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം യൂണിറ്റ് വിച്ച് റിക്വയേഴ്സ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ഈസ് 4,000 യൂണിറ്റ് ഓഫ് എ ആൻഡ് 3,000 യൂണിറ്റ് ഓഫ് ബി. Annual fixed cost it is 9,900. Then we need to find or compute the product mix that will maximize the net income. Okay, this is the question. ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗിൽ the decisions are mainly taken based on contribution. So we need to find which product provides maximum contribution. ഇവിടെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം, എ യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 3 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ ബി യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് 4 മണിക്കൂർ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ഇറ്റ് ഈസ് ബെറ്റർ ടു ഫൈൻഡ് ദ കോൺട്രിബ്യൂഷൻ പെർ അവർ. എ യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർലി കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, ബി യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഹവർലി കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും. കാരണം സെയിം മെഷീൻ ആണ് രണ്ടിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ വിച്ച് പ്രോഡക്റ്റ് പ്രൊവൈഡ്സ് മാക്സിമം hourly contribution should be given maximum preference to produce. Okay, let us check the answer. So first one, it is calculation of contribution. So contribution calculate ചെയ്താൽ മാത്രമേ നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. So selling price, it is given here in the question, it is rupees 10 and 15. Then variable cost, it is also directly given 8 and 12. So 8 and 12. So sales minus variable cost, you know, it is the contribution. So contribution per unit of A it is 2 and B it is 3. നമുക്കറിയാം ടൈപ്പ് എ യൂണിറ്റ് ടേക്സ് 3 hours to produce. 3 മണിക്കൂർ ആവശ്യമുണ്ട്. മെഷീൻ 3 മണിക്കൂർ പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു എ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ബി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യം 4 മണിക്കൂറാണ്. അപ്പോൾ ടൈപ്പ് എ പ്രൊവൈഡ്സ് എ കോൺട്രിബ്യൂഷൻ പെർ അവർ ഓഫ് 0.67 പൈസ. 0.67 പൈസ. അതായത് ഒരു യൂണിറ്റ് എ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 2 ആണ്. ഒരു യൂണിറ്റ് എ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യമുള്ള സമയം 3 ആണ്. 2/3 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.67. അതുപോലെ ടൈപ്പ് ബി, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ നമുക്ക് 3 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ഇറ്റ് ഈസ് 3. 4 മണിക്കൂർ വേണം നമുക്കൊരു ബി ഉൽപ്പാദിപ്പിക്കുന്നതിന്. അപ്പൊ നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബി ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഒരു മണിക്കൂറിന് നമുക്ക് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 3/4 ആണ്, 0.75. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ പെർ അവർ ഫ്രം ടൈപ്പ് എ ഇറ്റ് ഈസ് 0.67, ടൈപ്പ് ബി ഇറ്റ് ഈസ് 0.75.
ഇപ്പൊ നമ്മുടെ മെഷീന് കൺസ്ട്രെയിൻ ഉണ്ട്, ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. 19,800 മണിക്കൂർ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 19,800 is the maximum capacity of the machine. But from the table it is clear that type B product gives maximum contribution. ഓരോ മണിക്കൂറും പരമാവധി ടൈപ്പ് ബി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 0.75 പൈസ കോൺട്രിബ്യൂഷൻ കിട്ടും. ടൈപ്പ് എ ആണെങ്കിൽ 0.67 പൈസ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എളുപ്പമാണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രം ദ ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ടൈപ്പ് ബി പ്രൊവൈഡ്സ് മോർ കോൺട്രിബ്യൂഷൻ ദാൻ ടൈപ്പ് എ. Type B should be produced maximum. Okay, so let us check how to find this one. ഇപ്പൊ ടൈപ്പ് ബിക്കാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ ടൈപ്പ് ബി എടുത്തു, ബാക്കിയുള്ള അവേഴ്സ് ആയിരിക്കും നമ്മൾ അതിന് ടൈപ്പ് എ ഉൽപ്പാദിപ്പിക്കുക. ടോട്ടൽ അവേഴ്സ് നമുക്കറിയാം 19,800. So type B, the maximum demand for type B, it is 3,000 units. So number of units which can be produced in type B, it is 3,000 units. So 3,000 യൂണിറ്റ് ബി ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ അവേഴ്സ് എത്ര ആവശ്യം വരും എന്നുള്ളതാണ്. ടോട്ടൽ മെഷീന്റെ കപ്പാസിറ്റി 19,800 ആണ്. ആൻഡ് ടൈപ്പ് ബി റിക്വയേഴ്സ് 4 hours ടു പ്രൊഡ്യൂസ്. ഒരു ബി ഉൽപ്പാദിപ്പിക്കാൻ 4 മണിക്കൂർ വേണം. സോ ടു പ്രൊഡ്യൂസ് ദ total 3,000 B, it requires 12,000 hours. 3,000 into 4. അപ്പോൾ 12,000 മണിക്കൂർ നമുക്ക് അവിടെ ചെലവായി ബി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ കോൺട്രിബ്യൂഷൻ വിൽ ബി, ഒരു ബി നമുക്ക് തരുന്ന കോൺട്രിബ്യൂഷൻ 3 rupees ആണ് പെർ യൂണിറ്റ് ബി. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബി ഇറ്റ് ഈസ് 3. സോ ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഫ്രം 3,000 യൂണിറ്റ് വിൽ ബി 9,000. 3,000 into 3, 9,000. Then any remaining time ഉണ്ടാവും, ഐഡിൽ ടൈം ഉണ്ടാവും. അതായത് 19,800 ആണ് ടോട്ടൽ അവേഴ്സ് വിച്ച് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ മെഷീൻ. 19,800 അവേഴ്സ് പ്രവർത്തിപ്പിക്കാൻ പറ്റും. Now we used 12,000 hours to produce B. So the remaining time it is 7,800. 7,800. That is total 19,800 minus 12,000 which is used to produce product B. So the remaining hours or idle time it is 7,800. So we can use this time to produce product A. So total നമുക്ക് എത്ര ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? So product A ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 hours ആണ്. Hours required for production of A it is 3 hours. So total available hours it is 7,800. So 7,800 divided by 3 it is 2,600. 2,600 യൂണിറ്റ് എ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. നമുക്ക് മാക്സിമം ഡിമാൻഡ് വേണമെങ്കിൽ 4,000 ഉണ്ട്, പക്ഷെ അത്ര ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലില്ല. ഇത്ര 2,600 ഉൽപ്പാദിക്കുമ്പോഴേക്ക് മെഷീന്റെ കപ്പാസിറ്റി ലിമിറ്റിലേക്ക് റീച്ച് ചെയ്യും. So 2,600 unit of A can be produced by the remaining time of 7,800 hours. അങ്ങനെയാണെങ്കിൽ type A provides a contribution per unit of ₹2. So total contribution will be 2,600 into 2, it is 5,200. 5,200. So the total contribution of the company, small tools factory, it is 9,000 from B and plus 5,200 from A. It is 14,200. Total contribution. The annual fixed cost also given. So we need to find the net income or net profit. As we know, if we have deducting, if we are taking the differences of contribution and fixed cost, you will get the net income. So the total contribution it is 9,900. Sorry, 14,200. So the total fixed cost it is 9,900. So by deducting fixed cost, you will get 4,300 as the net income. So company profit 4,300 ആണ്. ഇതായിരിക്കും ബെസ്റ്റ് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്ന മിക്സ്ചർ. പ്രൊഡക്റ്റ് ബി 3,000 യൂണിറ്റ്, അതേപോലെ പ്രൊഡക്റ്റ് എ 2,600 യൂണിറ്റ്. പ്രൊഡക്റ്റ് ബി നമ്മൾ മാക്സിമം ഉൽപ്പാദിപ്പിച്ചു. മാക്സിമം റിക്വയർഡ് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ബി ഇറ്റ് ഈസ് 3,000. അതാണ് ഇതിലുള്ള ഡിസിഷൻ എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ബി ആണ് മാക്സിമം കോൺട്രിബ്യൂഷൻ പെർ അവർ മാക്സിമം ഇറ്റ് ഈസ് ഓഫേർഡ് ബൈ പ്രൊഡക്റ്റ് ബി. ദാറ്റ്സ് വൈ വി ഗിവൺ
first priority to produce maximum number of product B. Then the remaining time it is used to produce product A. Okay. Thank you. Thank you all.